ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 12-ാം അധ്യായം. മൈത്രേയ ഉവാച. ഇതി തേ വർണ്ണിതക്ഷത്തഃ കാലാഖ്യ പരമാത്മനഃ മഹിമാ വേദഗർഭോദ യഥാസ്രാക്ഷി നിബോധമേ. മൈത്രേയർ പറഞ്ഞു, ഹേ വിതുര, പരമാത്മാവിൻ്റെ കാലം എന്ന് വ്യവഹരിക്കപ്പെടുന്ന മഹിമയെക്കുറിച്ച് അങ്ങയോട് ഇപ്രകാരം വിവരിച്ചു കഴിഞ്ഞു. ഇനി ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിച്ച രീതിയെ പറയാം, സാവധാനത്തിൽ കേട്ടുകൊള്ളുക. ആദിയിൽ അന്ധതാമിശ്രം, താമിശ്രം, മഹാമോഹം, മോഹം, അന്ധകാരം എന്നു പേർ പറയപ്പെടുന്ന അജ്ഞാനവൃത്തികളെയാണ് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തത്. സത്ത്, ചിത്ത്, ആനന്ദം എന്ന ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന വൃത്തിക്ക് തമസ്സെന്നു പേർ. ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം ഇവയിൽ ഞാനെന്നുള്ള ബുദ്ധിയാണ് മോഹം. വിഷയഭോഗങ്ങളെ അനുഭവിപ്പാനുള്ള താൽപ്പര്യം മഹാമോഹം. ആഗ്രഹിച്ച വിഷയഭോഗത്തിന് തടസ്സം ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന ക്രോധത്തിന് താമിശ്രം എന്നു പേർ. വിഷയങ്ങളുടെ നാശം സംഭവിക്കുമ്പോൾ താൻ തന്നെ നശിച്ചുപോയി എന്ന് തോന്നുന്ന വിചാരമാണ് അന്ധതാമിശ്രം. ഈ 5 വൃത്തികളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ഈ വൃത്തികൾ അവിദ്യയുടെ ശാഖകളാകുന്നു. ഇവയില്ലെങ്കിൽ ലോകത്തിന് ആസ്പദമില്ലാതെയായി. ആത്മാവിൻ്റെ പരമാർത്ഥം അറിഞ്ഞവർക്ക് ലോകമില്ലല്ലോ, ആത്മാവ് മാത്രമല്ലേയുള്ളൂ. അതുകൊണ്ട് ലോകസൃഷ്ടിക്കായി ഉദ്യമിച്ച ബ്രഹ്മദേവൻ ഈ 5 വൃത്തികളെ ജനിപ്പിച്ചതിൽ അതിശയമോ അയുക്തിയോ ലേശമില്ലെന്ന് ഊഹിക്കുന്നവർക്കറിയാം. അജ്ഞാനം ലോകകാരണം എന്നുറപ്പിച്ചു. അജ്ഞാനവൃത്തികൾ ജീവന്മാരെ നരകത്തിൽ പതിപ്പിക്കുന്നവയാകയാൽ ആ സൃഷ്ടിയെക്കുറിച്ച് പര്യാലോചന ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ സന്തുഷ്ടനായില്ല. ഉടനെ ഭഗവാനെ അധികമായി ധ്യാനിച്ചു. മനസ്സിന് പൂർവാധികമായ ശുദ്ധി ജനിച്ചു. ആ മനസ്സുകൊണ്ട് അജ്ഞാനവൃത്തികളെ നശിപ്പിക്കുന്നവരെയും സൃഷ്ടിച്ചു. ബ്രഹ്മാവ് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കുവാൻ ഉപകരിക്കുന്ന പ്രവൃത്തികളെ വിട്ടവരും ഇന്ദ്രിയങ്ങളെ ജയിച്ചവരുമായിരുന്നു അവർ. ഇവരെ മാനസപുത്രന്മാരെന്നു പറയും. കൽപ്പം തോറും ഇവരെ സൃഷ്ടിക്കയില്ല. ഇവർ നാശമില്ലാത്തവരാകുന്നു. ഹേ പുത്രന്മാരെ, നിങ്ങൾ പ്രജകളെ സൃഷ്ടിക്കുവിൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞതിനെ അവർ ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ പരമോദ്ദേശം മോക്ഷം ഒന്നു മാത്രമായിരുന്നു. അതിനവർ കണ്ടിരുന്ന മാർഗം വാസുദേവനെ സർവാത്മന ശരണം പ്രാപിക്കുന്നതായിരുന്നു. സൃഷ്ടി ചെയ്യുവിൻ എന്നുള്ള ആജ്ഞയെ അനുസരിക്കാതെ ഇരിക്കയാൽ തന്നെ അവമാനിച്ച പുത്രന്മാരുടെ നേർക്ക് അസഹ്യമായ ക്രോധം ബ്രഹ്മദേവനുണ്ടായതിനെ പ്രകാശിപ്പിക്കാതെ ഉള്ളിൽ തന്നെ അടക്കുവാനായിട്ട് അദ്ദേഹം പ്രയത്നം ചെയ്തു. ആ കോപത്തെ ഉള്ളിലടക്കുവാൻ പരിശ്രമിച്ചുവെങ്കിലും അത് ബ്രഹ്മാവിൻ്റെ പുരികങ്ങളുടെ നടുവിൽ നിന്ന് നീലലോഹിതവർണ്ണനായ ഒരു കുമാരനായിട്ട് പുറപ്പെട്ടു. ദേവന്മാരുടെ പൂർവജനും ജ്ഞാനാദി ഗുണസമ്പന്നനുമായ അദ്ദേഹം രുദ്രനാകുന്നു. ഹേ പിതാവേ, ഹേ ജഗദ്ഗുരു, എനിക്ക് നാമങ്ങളെയും സ്ഥാനങ്ങളെയും അങ്ങ് കൽപ്പിക്കണമെന്ന് നിലവിളിച്ചു കരഞ്ഞു. അതുകൊണ്ടാണ് രുദ്രൻ എന്ന് പേരുണ്ടായത്. പത്മത്തിൽ നിന്ന് ജനിച്ച ഭഗവാൻ ഇപ്രകാരമുള്ള വാക്കുകേട്ടിട്ട് അതിനെ സമാധാനിപ്പിക്കുവാൻ നിശ്ചയിച്ച് അനുഗ്രഹ സൂചകമായ വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കരയണ്ട, ആവശ്യപ്പെട്ടതിനെ സാധിപ്പിച്ചു തരാം. ഹേ സുരശ്രേഷ്ഠ, ഭയപ്പെട്ടിരിക്കുന്ന ബാലകനെപ്പോലെ നീ കരഞ്ഞത് നിമിത്തം പ്രജകൾ നിന്നെ രുദ്രൻ എന്നുള്ള നാമധേയത്താൽ വിളിക്കും. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ആകാശം, വായു, അഗ്നി, ജലം, തപസ്, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ എന്നീ സ്ഥാനങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ നിനക്ക് വാസസ്ഥാനങ്ങളായിട്ട് ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. മന്യു, മഹിനസൻ, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാലൻ, വാമദേവൻ, ധൃതവ്രതൻ ഈ 11 നിനക്കുള്ള നാമധേയങ്ങളാണ്. ഹേ രുദ്ര, ദീ, വൃത്തി, ഉശന, ഉമ, നിയുസ്, സർപ്പിസ്, ഇള, അംബിക, ഇരാവതി, സുധ, ദീക്ഷ ഇവർക്ക് രുദ്രാണികൾ എന്നുപേർ. ഇവർ നിന്റെ പത്നിമാർ. ഈ നാമങ്ങളെയും സ്ഥാനങ്ങളെയും ഗ്രഹിച്ചുകൊള്ളുക. ഭാര്യാസമേതനായിട്ട് ബഹുപ്രജകളെ സൃഷ്ടിക്കുക. നീ പ്രജകളുടെ പതിയായി ഭവിക്കുന്നു. പൂജ്യനായ പിതാവിനാൽ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട ഭഗവാനായ രുദ്രൻ ബലം കൊണ്ടും ആകൃതി കൊണ്ടും സ്വഭാവം കൊണ്ടും തന്നോട് തുല്യരായ പ്രജകളെ സൃഷ്ടിച്ചു. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ രുദ്രനെപ്പോലെ ബലശാലികളും നീലലോഹിത നിറമുള്ളവരും
ഉഗ്രമായ സ്വഭാവത്തോടു കൂടിയവരുമായിരുന്നു. രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ 4 ഭാഗത്തുമുള്ള അന്യസൃഷ്ട പ്രജകളെ കൂടെ നശിപ്പിക്കുവാൻ തക്കവിധം ഭയങ്കര ആകൃതി സ്വഭാവമുള്ളവരായിട്ട് കാണപ്പെട്ടു. എണ്ണിയാൽ തീരാത്ത വിധം അനേകം സംഘങ്ങളായിട്ട് ലോകത്തിൽ നിറഞ്ഞു. ഇവരെ കണ്ടിട്ട് ബ്രഹ്മാവ് ഇവർ അന്യസൃഷ്ട പ്രജകളെ കൂടെ നശിപ്പിക്കുമോ എന്ന് ശങ്കിച്ചു തുടങ്ങി. ഇപ്രകാരമുള്ള പ്രജകളെ വർദ്ധിപ്പിച്ചത് മതി, സൃഷ്ടി നിർത്തുക. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ഉഗ്രങ്ങളായ നോട്ടങ്ങൾ എന്നെയും ദിക്കുകളെയും ദഹിപ്പിക്കുന്നു. സർവഭൂതങ്ങൾക്കും സുഖത്തെ ജനിപ്പിക്കുവാൻ സമർത്ഥമായ തപസ് ആചരിച്ചു കൊള്ളുക. അതിനാൽ ഭവാന് മംഗളം ഭവിക്കും. തപസ്സിൻ്റെ മഹിമയാൽ ഭവാനി വിശ്വത്തെ മുമ്പത്തെ പോലെ സൃഷ്ടിപ്പാൻ സാധിക്കും. തപോ മഹിമയാൽ തന്നെ പുരുഷൻ സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ വർത്തിക്കുന്നവനും പരഞ്ജ്യോതിസ്വരൂപനും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനും ജ്ഞാനവിഗ്രഹനുമായ ഈശ്വരനെ പ്രാപിക്കുന്നു. മൈത്രേയ ഉവാച ഏവമാത്മഭുവാദിഷ്ട പരിക്രമ്യ ഗിരാം പദീം ഭാടമിത്യമുമാമന്ത്ര്യ വിവേശ തപസേവനം. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം ബ്രഹ്മാവിനാൽ കൽപ്പിക്കപ്പെട്ട രുദ്രൻ വേദകർത്താവായ ബ്രഹ്മദേവനെ പ്രദക്ഷിണം ചെയ്തു. കൽപ്പനയെ അംഗീകരിച്ചു. സമ്മതം വാങ്ങിയ ശേഷം തപസ് ചെയ്യുവാൻ വനത്തിലേക്ക് പോയി. രുദ്രൻ തപസ്സിനു പോയ ശേഷം ബ്രഹ്മാവ് വീണ്ടും ലോകാഭിവൃദ്ധി എങ്ങനെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് ചിന്ത ചെയ്തുകൊണ്ടിരിക്കെ ലോകരചനാ സാമർഥ്യത്തെ ഭഗവാൻ ശ്രീനാരായണൻ നൽകിയിട്ടുള്ളതിൻ്റെ വൈഭവം നിമിത്തം ലോകാഭിവൃദ്ധി വരുത്തുവാൻ സമർത്ഥന്മാരായ 10 പുത്രന്മാരുണ്ടായി. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ. അവരിൽ 10ാമൻ നാരദൻ. ഇവരാണ് 10 പുത്രന്മാർ. ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്ന് നാരദനും കാൽ പെരുവിരലിൽ നിന്ന് ദക്ഷനും പ്രാണനിൽ നിന്ന് വസിഷ്ഠനും ത്വക്കിൽ നിന്ന് ഭൃഗുവും കയ്യിൽ നിന്ന് ക്രതുവും നാഭിയിൽ നിന്ന് പുലഹനും കാതുകളിൽ നിന്ന് പുലസ്ത്യൻ എന്ന ഋഷിയും മുഖത്തിൽ നിന്ന് അങ്കിരസും കണ്ണുകളിൽ നിന്ന് അത്രിയും മനസ്സിൽ നിന്ന് മരീചിയും ജനിച്ചു. പിന്നെയും ലോകസൃഷ്ടിയെ തന്നെ ചിന്തിച്ച ബ്രഹ്മദേവൻ്റെ വലത്തെ സ്തനത്തിൽ നിന്ന് ധർമ്മൻ എന്ന ഋഷി ജനിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് സാക്ഷാൽ ശ്രീനാരായണ ഋഷി അവതരിച്ചത്. പൃഷ്ഠഭാഗത്തിൽ നിന്ന് അധർമ്മൻ ജനിച്ചു. ലോകത്തിന് ഭയത്തെ ജനിപ്പിക്കുന്ന മൃത്യുവിൻ്റെ ജന്മസ്ഥാനം അധർമ്മമാകുന്നു. ഹൃദയത്തിൽ നിന്ന് കാമവും പുരികങ്ങളിൽ നിന്ന് ക്രോധവും താഴത്തെ ചുണ്ടിൽ നിന്ന് ലോഭവും മുഖത്തിൽ നിന്ന് വാഗ്ദേവതയായ സരസ്വതിയും മേഢ്രത്തിൽ നിന്ന് സമുദ്രങ്ങളും ഗുദത്തിൽ നിന്ന് പാപത്തിൽ പ്രവർത്തിക്കുന്ന നിരുർതി എന്ന രാക്ഷസനും ജനിച്ചു. ബ്രഹ്മാവിൻ്റെ ശരീരഛായയിൽ നിന്ന് തപസ് ആചരിക്കുന്നതിൽ സമർത്ഥനും ദേവഹൂതിയുടെ ഭർത്താവുമായ കർദമൻ ജനിച്ചു. ഇപ്രകാരം ലോകകർത്താവായ ബ്രഹ്മാവിൻ്റെ ദേഹത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഈ ജഗത്തുണ്ടായി. മുഖത്തിൽ നിന്ന് ഉത്ഭവിച്ച സുന്ദരിയായ വാഗ്ദേവത ബ്രഹ്മാവിൻ്റെ മനസ്സിനെ മോഹിപ്പിച്ചുവെന്നും ബ്രഹ്മദേവനിൽ കാമവൃത്തി ഇല്ലാതിരുന്ന അവളെ ബ്രഹ്മാവ് കാമിച്ചുവെന്നും ഹേ വിതുര ഞങ്ങൾ കേട്ടിരിക്കുന്നു. മഹാന്മാരുടെ അപരാധത്തെ പുറത്തു പറയാതിരിക്കണമെന്ന് സൂചിപ്പിക്കുവാനാണ് കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ആ സംഗതിയെ ഇവിടെ എന്തിനായിട്ട് പറഞ്ഞു? ബ്രഹ്മാവിൻ്റെ ഇപ്പോഴത്തെ ശരീരത്തെ ഉപേക്ഷിച്ച് അന്യമായ ശരീരത്തെ സ്വീകരിച്ചിട്ടാണ് ഇനിമേലുള്ള സൃഷ്ടിയെന്നാണ് ഇനി പറയുവാൻ പോകുന്നത്. പുത്രി സംഭോഗരൂപമായ അധർമ്മത്തിൽ പ്രവർത്തിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന പിതാവിനെ കണ്ടപ്പോൾ പുത്രന്മാരായ മരീചി മുതലായ മുനിമാർ പുത്രന്മാരായ ഞങ്ങളുടെ വാക്കിനെ സ്വീകരിക്കൂ എന്നുള്ള വിശ്വാസ നിമിത്തം ഇങ്ങനെ അറിയിപ്പിച്ചു. ബ്രഹ്മാവിനോട് ബോധിപ്പിച്ച പ്രകാരത്തെ വിവരിക്കുന്നു. ഹേ പ്രഭോ, പുത്രീ സംഭോഗത്തിനായി പ്രേരിപ്പിക്കുന്ന മന്മഥവികാരത്തെ അടക്കാതെ കണ്ട് അതിനായി ഒരുങ്ങുന്നതായ ഈ അധർമ്മകർമ്മം അങ്ങയുടെ മുമ്പുണ്ടായ ബ്രഹ്മദേവന്മാർ ചെയ്തിട്ടില്ല, ഇനിമേൽ ഉണ്ടാകുന്നവർ ചെയ്യുകയുമില്ല. ഹേ ലോകഗുരു, ലോകത്തിൽ സദാചാരം നിലനിർത്തേണ്ടവരായ നിങ്ങളുടെ ഈ പ്രവൃത്തിയെ ലോകം അനുസരിച്ചു തുടങ്ങിയാൽ അവർക്ക് ക്ഷേമം സംഭവിക്കുകയില്ല. നിങ്ങളാകട്ടെ അതിതേജസ്വികളായതിനാൽ ഈ കർമ്മം നിങ്ങളെ അധപ്പതിപ്പിക്കുകയില്ലെന്നു വന്നാലും സൽകീർത്തികരമല്ല. ഇത്രയും പറഞ്ഞിട്ടും അധർമ്മത്തിൽ നിന്ന് നിവൃത്തനാകാതെ ഇരിക്കുന്നതിനെ കണ്ടിട്ട് സർവാന്തര്യാമിയായ ശ്രീനാരായണനെ പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നു. ഏതൊരു ഭഗവാൻ തന്നിൽ ലയിച്ചിരിക്കുന്നതും നാമരൂപാദി വിഭാഗമില്ലാതെ ഏകാകാരമായിരുന്നതുമായ ഈ വിശ്വത്തെ സ്വജ്ഞാനസങ്കല്പത്താൽ ഈ കാണപ്പെടുന്ന വിധത്തിൽ നാമരൂപാത്മകമായിട്ട് വിഭജിച്ചു പ്രകാശിപ്പിച്ചുവോ, സർവാന്തര്യാമിയായ ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അധർമ്മത്തിൽ നിന്ന് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് ലോകത്തിൽ ധർമ്മത്തെ ആ ഭഗവാൻ തന്നെ നിലനിർത്തണം.
ഇങ്ങനെ പറയുന്ന പുത്രന്മാരെ മുമ്പിൽ കണ്ടപ്പോൾ ലജ്ജിച്ച ബ്രഹ്മദേവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ദിക്കുകൾ അതിനെ ഗ്രഹിച്ചു. ദിക്കുകളിൽ അന്ധകാര സ്വരൂപമായി കാണപ്പെടുന്ന മഞ്ഞ് ബ്രഹ്മാവിൻ്റെ ആ ദേഹമാണെന്ന് പറയുന്നു. ശരീരം ഉപേക്ഷിപ്പാനും മറ്റൊന്നെടുക്കുവാനും ബ്രഹ്മാവിൻ്റെ സങ്കല്പം മാത്രം മതി എന്ന് ധരിക്കണം. പൂർവ്വദേഹത്തെ ഉപേക്ഷിച്ച ഉടനെ അന്യദേഹത്തെ സ്വീകരിച്ച ബ്രഹ്മദേവൻ ഏകാകാരമായിരിക്കുന്ന ലോകങ്ങളെ മുമ്പത്തെ പോലെ ഭിന്നാകാരങ്ങളായിട്ട് സൃഷ്ടിക്കേണ്ടതെങ്ങനെയെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 മുഖത്തിൽ നിന്ന് 4 വേദങ്ങളുണ്ടായി. ഹോദാതാവ്, ഉദ്ഗാതാവ്, അധ്വർയു, ബ്രഹ്മ എന്നു പേരുള്ള 4 വിധക്കാർ നടത്തേണ്ടതായ കർമ്മവും അതിൻ്റെ സ്വരൂപഭൂതങ്ങളായിരിക്കുന്ന യാഗാദി കർമ്മങ്ങളും ആയുർവേദം മുതലായ ഉപവേദങ്ങളും നീതിശാസ്ത്രം, പുരാണം, ന്യായം, മീമാംസ, ധർമ്മശാസ്ത്രം എന്നിവയും സത്യം, തപസ്, ദയ, ദാനം എന്നുപേരുള്ള ധർമ്മവാദങ്ങളും ബ്രഹ്മചര്യാദികളായ 4 ആശ്രമങ്ങളും ബ്രഹ്മാവിൻ്റെ 4 മുഖത്തിൽ നിന്നുണ്ടായി. വിദുര ഉവാച സ വൈ വിശ്വസൃജാമീശോ വേദാദിന്മുഖതോ സൃജത് യദ്യദ്യേനാസൃജദ്ദേവസ്തന്മേ ബ്രൂഹി തപോധന. വിദുരർ പറഞ്ഞു, ഹേ തപോധന, മരീച്യാദി പ്രജാപതികളുടെയും ഈശ്വരനായ ബ്രഹ്മദേവൻ മുഖത്തിൽ നിന്ന് വേദാദികളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ഏതേതു മുഖത്തിൽ നിന്ന് ഏതേതുണ്ടായി എന്നതിനെ എനിക്ക് കേൾക്കണം. മൈത്രേയ ഉവാച ഋഗുയജുസ്സാമാദർവാക്യാൻ വേദാൻ പൂർവാദിഭിർമുഖൈഃ ശസ്ത്രമിജ്യാം സ്തുതിസ്തോമം പ്രായച്ചിത്തം വേദാത്ക്രമാത്. മൈത്രേയർ മറുപടി പറഞ്ഞു, പൂർവ, ദക്ഷിണ, പശ്ചിമ, ഉത്തരഭാഗങ്ങളിലുള്ള മുഖങ്ങളിൽ നിന്ന് ക്രമത്തിൽ ഋഗ്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങളും ശാസ്ത്രം, ഇജ്യ, സ്തുതിസ്തോമം, പ്രായച്ചിത്തം എന്ന 4 വിധ കർമ്മങ്ങളും ഉണ്ടായി. പുറമേ പ്രകാശിപ്പിക്കാതെ ഉള്ളടക്കി മന്ത്രം ജപിച്ചുകൊണ്ട് നടത്തുന്ന കർമ്മം ശസ്ത്രം, അധ്വർയു നടത്തുന്നതായ കർമ്മം ഇജ്യ, ഉദ്ഗാതാവ് നടത്തുന്നതായ കർമ്മം സ്തുതിസ്തോമം, ബ്രഹ്മാവിനാൽ നടത്തപ്പെടുന്നതായ കർമ്മം പ്രായച്ചിത്തം. ആയുർവേദമെന്നു പറയപ്പെടുന്ന വൈദ്യശാസ്ത്രവും ധനുർവേദമെന്നു പറയപ്പെടുന്ന യുദ്ധശാസ്ത്രവും ഗാന്ധർവവേദം എന്നുകൂടി പേരുള്ള സംഗീതശാസ്ത്രവും സ്ഥാപത്യം എന്നു പേരായ തച്ചുശാസ്ത്രവും ബ്രഹ്മാവിൻ്റെ പൂർവാദിമുഖങ്ങളിൽ നിന്ന് ക്രമത്തിലുണ്ടായി. എല്ലാം അറിഞ്ഞിരിക്കുന്ന ഈശ്വരൻ 4 വേദസാരാംശങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ 5ാമത്തെ വേദമെന്ന് പറയുവാൻ യോഗ്യതയുള്ള ഇതിഹാസ പുരാണങ്ങളെ എല്ലാ മുഖങ്ങളിൽ നിന്നും സൃഷ്ടിച്ചു. എല്ലാവർക്കും അതിൽ അധികാരമുണ്ടെന്ന് സൂചിപ്പിച്ചു. ഷോഡശി, ഉക്തം എന്ന കർമ്മങ്ങൾ പൂർവ്വമുഖത്തിൽ നിന്നും, പുരീഷി, അഗ്നിഷുട്ട് എന്ന കർമ്മങ്ങൾ ദക്ഷിണമുഖത്തിൽ നിന്നും, ആപ്തോര്യാമം, അതിരാത്രം എന്ന കർമ്മങ്ങൾ പശ്ചിമമുഖത്തിൽ നിന്നും, വാജപേയം, ഗോസവം എന്ന കർമ്മങ്ങൾ ഉത്തരമുഖത്തിൽ നിന്നും സൃഷ്ടിച്ചു. വിദ്യ, ദാനം, തപസ്, സത്യം എന്നുപേർ പറയപ്പെടുന്ന 4 ധർമ്മപാദങ്ങളും ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളും അവയുടെ വൃത്തികളും പൂർവാദിമുഖങ്ങളിൽ നിന്ന് ക്രമത്തിൽ സൃഷ്ടിച്ചു. തപസ്, സത്യം, ദയ, ശൗചം എന്നാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾക്ക് പ്രഥമസ്കന്ധത്തിൽ പേർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വിദ്യാദാനം എന്ന് കാണപ്പെടുന്നതാൽ അന്യോന്യ വിരുദ്ധങ്ങളാണെന്ന് ശങ്കിക്കരുത്. ശൗചം എന്നത് ഈശ്വര തത്വജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്ന അന്ധക്കരണ വിശുദ്ധിയാകുന്നു. അത് വിദ്യയുടെ കാര്യമാകയാൽ ശൗചത്തിൻ്റെ സ്ഥാനത്തിൽ വിദ്യയെ പറഞ്ഞു. ഭൂതങ്ങളുടെ പേരിലുള്ള ദയനിമിത്തമാണ് ദാനമുണ്ടാകുന്നത്. അതിനാൽ ദയയുടെ സ്ഥാനത്തിൽ ദാനത്തെയും പറഞ്ഞു. 1ാമത്തെ ആശ്രമം ബ്രഹ്മചര്യം. അതിൻ്റെ അവാന്തരഭേദം 4 വിധം. ഉപനയനം കഴിഞ്ഞ ശേഷം ഗായത്രി എന്ന മന്ത്രം അധ്യയനം ചെയ്യുന്നതായ ആദ്യത്തെ 3 ദിവസത്തെ ബ്രഹ്മചര്യവ്രതത്തിന് സാവിത്രം എന്നു പേര്. സവിതാവ് സൂര്യൻ. സൂര്യമഹിമയെ പ്രകാശിപ്പിക്കുന്ന മന്ത്രമായതുകൊണ്ട് ഗായത്രിക്ക് സാവിത്രി എന്നുകൂടെ പേരുണ്ട്. സാവിത്രി എന്ന മന്ത്രത്തെ അഭ്യസിക്കുന്നതായ വ്രതത്തിന് സാവിത്രം എന്നുപേർ. പ്രജാപതിയെ പ്രസാദിപ്പിക്കുന്നതിനുള്ള പ്രാജാപത്യം എന്ന വ്രതത്തെ ആചരിക്കുന്ന ആദ്യത്തെ വർഷത്തിന് പ്രാജാപത്യം എന്നുപേർ. ബ്രഹ്മം, വേദം. വേദം പഠിച്ചു കഴിയുന്നത് വരെയുള്ള ബ്രഹ്മചര്യവ്രതത്തിന് ബ്രാഹ്മം എന്നുപേർ. മരണപര്യന്തം വേദം പഠിച്ചു കഴിയുന്ന വ്രതത്തിന് ബൃഹത് എന്നുപേർ. ഈ വ്രതം അനുഷ്ഠിക്കുന്നവന് നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുപേർ. ഈ 4 വിധ വ്രതവും ബ്രഹ്മചര്യാശ്രമത്തിൽ അനുസരിക്കുന്ന വൃത്തിയാകുന്നു.
രണ്ടാമത് ഗൃഹസ്ഥം എന്നുപേരുള്ള ആശ്രമം. വാർത്ത, സംചയം, ശാലീനം, ശിലോഞ്ചം എന്ന 4 ഗൃഹസ്ഥൻ്റെ വൃത്തികൾ. കൃഷി, ഗോരക്ഷ, വാണിജ്യം, കുസീതം എന്ന 4 വാർത്ത എന്നുപേരുള്ള വൃത്തിയിലടങ്ങുന്നു. വേദം പഠിപ്പിക്കുക, യജിപ്പിക്കുക എന്നീ പ്രവൃത്തിയിൽ നിന്ന് സിദ്ധിക്കുന്ന ധനത്തെ സംഗ്രഹിക്കുന്നതായ വ്യാപാരത്തിന് സംചയം എന്നുപേർ. യാചിക്കാതെ കഴിയുന്ന വ്യാപാരത്തിന് ശാലീനം എന്നുപേർ. അങ്ങാടികളിൽ വീണുകിടക്കുന്ന ധാന്യങ്ങളെ പെറുക്കിയെടുത്ത് കഴിയുന്നത് ശിലം എന്ന വൃത്തി. കൃഷിസ്ഥലത്തിൽ വീണുകിടക്കുന്ന ധാന്യങ്ങളെ പെറുക്കിയെടുത്ത് കഴിയുന്നത് ഉച്ചം എന്നു പേർ പറയപ്പെടുന്ന വൃത്തി. ഇത് രണ്ടിനെയും ഒന്നായി ചേർത്തിട്ട് ശിലോച്ചം എന്ന് പേർ കൊടുത്തു. ഈ 4 വിധ വ്യാപാരവും ഗൃഹസ്ഥന് ചെയ്യാം. മൂന്നാമത്തേത് വാനപ്രസ്ഥാശ്രമം. ഈ ആശ്രമത്തിൽ 4 തരക്കാരുണ്ട്: വൈകാനസന്മാർ, വാലഖില്യന്മാർ, ഔദുംബരന്മാർ, ഫേനവന്മാർ. കായ്കനികൾ കൊണ്ട് പ്രജീവിക്കുന്നവർ വൈകാനസന്മാർ. പുതിയ ഭക്ഷണപദാർത്ഥം കിട്ടിയാൽ കയ്യിൽ ഇരിപ്പുള്ളതിനെ ഉപേക്ഷിക്കുന്നവർ വാലഖില്യന്മാർ. രാവിലെ എഴുന്നേറ്റ ഉടനെ നോക്കുന്നത് ഏത് ദിക്കിലേക്കോ ആ ദിക്കിൽ നിന്ന് കൊണ്ടുവരുന്ന പലാതികൾ കൊണ്ട് ജീവിക്കുന്നവർ ഔദുംബരന്മാർ. താനേ വീഴുന്ന പലാതികളെടുത്ത് ഭക്ഷിച്ച് ജീവിക്കുന്നവർ ഫേനവന്മാർ. ഈ 4 കൂട്ടർ വനത്തിൽ വസിക്കുന്നവർ എന്നർത്ഥമായി പറയപ്പെടുന്ന വാനപ്രസ്ഥന്മാരാകുന്നു. നാലാമത്തെ ആശ്രമം സന്യാസം. അതിലും 4 തരക്കാരുണ്ട്: കുടീചകൻ, ബഹ്വദൻ, ഹംസൻ, നിഷ്ക്രിയൻ അല്ലെങ്കിൽ പരമഹംസൻ. സ്വാശ്രമധർമ്മത്തെ പ്രധാനമായി കരുതി അതിൽ നിഷ്ഠയോടെ ഇരിക്കുന്നവർ കുടീചകൻ അല്ലെങ്കിൽ കുടീചരൻ. കർമ്മത്തെ അപ്രധാനമായിട്ടും ജ്ഞാനത്തെ പ്രധാനമായിട്ടും കരുതി പ്രവർത്തിക്കുന്നവർ ബഹ്വോദൻ. ജ്ഞാനാഭ്യാസത്തിൽ നിഷ്ഠയുള്ളവൻ ഹംസൻ. പരമാത്മഭാവം നിമിത്തം ക്രിയകളെ വെടിഞ്ഞിരിക്കുന്നവൻ നിഷ്ക്രിയൻ അല്ലെങ്കിൽ പരമഹംസൻ. ഈ 4 കൂട്ടരിൽ ഉത്തരോത്തരം ശ്രേഷ്ഠമുള്ളവർ കുടീചകൻ, ആദ്യത്തെ സന്യാസി. അവനേക്കാൾ ഉയർന്നവൻ ബഹ്വോദൻ. അവനേക്കാൾ ശ്രേഷ്ഠൻ ഹംസൻ. അത്യുത്കൃഷ്ടൻ നിഷ്ക്രിയൻ. അതിനേക്കാൾ ആദ്യാദ്യ നിലയത്തിൽ നിന്ന് ഉത്തരോത്തര നിലയെ പ്രാപിക്കുവാനുള്ള അഭ്യാസം സന്യാസികൾക്കുമുണ്ട്. ആന്യുക്ഷീകി, ത്രയീ, വാർത്ത, ദണ്ഡനീതി എന്ന പേർ പറയപ്പെടുന്ന നയങ്ങൾ 4 പൂർവാദിമുഖങ്ങളിൽ നിന്നുണ്ടായി. പ്രാഥമ്യേന ആത്മജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ശാസ്ത്രം ആന്യുക്ഷീകി. സ്വർഗാദിഭോഗങ്ങളെ സമ്പാദിക്കുവാനുള്ള യാഗാദികർമ്മങ്ങളെ പ്രതിപാദിക്കുന്നത് ത്രയീ. ഇഹലോകത്തിൽ ഉപജീവനത്തെ സമ്പാദിപ്പാനുള്ള കൃഷ്യാദി വ്യാപാരങ്ങളെ പ്രതിപാദിക്കുന്നത് വാർത്ത. പ്രജാപരിപാലനക്രമത്തെ വിവരിക്കുന്നത് ദണ്ഡനീതി. ഇതേ പ്രകാരത്തിൽ ഭൂ, ഭുവ, സ്വ എന്ന് പ്രത്യേകമായും ഭുർഭുവസ്വഹ എന്ന് സമസ്തമായുമുള്ള 4 വ്യാകൃതികളും പൂർവാദിമുഖങ്ങളിൽ നിന്നുണ്ടായി. ബ്രഹ്മവാചകമായ പ്രണവം ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ നിന്നുണ്ടായി. വ്യാകൃതികൾ ഭൂ, ഭുവ, സ്വ എന്ന് 3ഉം ഭുർഭുവസ്വഹ എന്ന സമസ്ത പദരൂപത്തിൽ ഒന്നും കൂടി ആകെ 4 എന്നാണ് ഒരു പക്ഷം. ആശ്വലായന പക്ഷമാണിത്. മഹ, മഹസ്, തേജസ് എന്നർത്ഥമായ പദവും വ്യാകൃതിയിൽ ഉൾപ്പെടും. അങ്ങനെ 4 എന്നാണ് ചമസ്യൻ എന്ന ഋഷിയുടെ പക്ഷം. ഭുർഭുവ സ്വഹ് മഹ എന്നാണ് വ്യാകൃതികൾ എന്ന അപ്പോൾ വരും. സർവത്തെയും ജനിപ്പിക്കുവാൻ സമർത്ഥമായ ബ്രഹ്മാവിൻ്റെ രോമങ്ങളിൽ നിന്ന് ഉഷ്ണിക്ക് എന്നും, ത്വക്കിൽ നിന്ന് ഗായത്രി എന്നും, മാംസത്തിൽ നിന്ന് ത്രിഷുട്പ് എന്നും, സ്നായുവിൽ നിന്ന് അനുഷ്ടുപ്പ് എന്നും, അസ്ഥിയിൽ നിന്ന് ജഗതി എന്നും പേരുള്ള ഛന്ദസ്സുകളുണ്ടായി. മജ്ജയിൽ നിന്ന് 40 അക്ഷരമുള്ള പങ്ക്തിയും, പ്രാണനിൽ നിന്ന് 36 അക്ഷരമുള്ള ബൃഹതിയും, ജീവനിൽ നിന്നും കകാരം മുതൽ മകാരം വരെയുള്ള 5 വർഗത്തിലടങ്ങിയതും സ്പർശം എന്ന് പറയപ്പെടുന്നതുമായ 25 അക്ഷരങ്ങളും, ദേഹത്തിൽ നിന്ന് അകാരം മുതൽക്കുള്ള സ്വരാക്ഷരങ്ങളും ഉണ്ടായി. ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഷ, ഷ, സ, ഹ എന്ന 4 അക്ഷരങ്ങളടങ്ങിയ ഊഷ്മാക്കളും, ബലത്തിൽ നിന്ന് യ, ര, ല, വ എന്ന 4 അക്ഷരങ്ങൾ അടങ്ങിയ അന്തസ്തങ്ങളും, ക്രീഡയിൽ നിന്ന് സ, രി, ഗ, മ, പ, ധ, നി എന്ന സപ്തസ്വരങ്ങളും ഉണ്ടായി. ശബ്ദബ്രഹ്മസ്വരൂപമായിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അനന്തശക്തിയുക്തനും സർവവ്യാപിയുമായിരിക്കുന്ന ഈശ്വരൻ സുസ്പഷ്ടമായിട്ട് വിളങ്ങുന്നു.
ശബ്ദം രണ്ടു വിധം: വ്യക്തം, അവ്യക്തം. മുഖത്തിൽ നിന്ന് അക്ഷരസ്വരൂപേണ പുറത്തേക്ക് പുറപ്പെടുന്നതായ വൈഖരി എന്ന് പറയപ്പെടുന്നത് വ്യക്തം. ഹൃദയത്തിൽ നിന്ന് ശബ്ദരൂപേണ അന്തർഭാഗത്തിൽ വ്യാപിച്ചിരിക്കുന്ന പ്രണവാത്മകമായ ശബ്ദം അവ്യക്തം. ഈ രണ്ടുവിധ ശബ്ദം ഈശ്വരൻ്റെ സഗുണ നിർഗുണ സ്വരൂപ ജ്ഞാനസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ഭാവമാകുന്നു. ഈ രണ്ടുവിധ ശബ്ദത്തിൽ ജ്ഞാനസ്വരൂപം അന്തർഭവിച്ചിരിക്കുന്നു. ഈ രണ്ടുവിധ ശബ്ദവും ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നതിനാൽ ബ്രഹ്മഹൃദയത്തിൽ ഈശ്വരൻ മറവുകൂടാതെ നിത്യവും പ്രകാശിക്കുന്നു എന്നു സാരം. ബ്രഹ്മദേവൻ മേൽ വിവരിച്ച വിധം വേദത്തെ സൃഷ്ടിച്ച ശേഷം ആ ശരീരത്തെ ഉപേക്ഷിച്ച് അന്യശരീരത്തെ സ്വീകരിച്ച് സൃഷ്ടിപ്പാനായിക്കൊണ്ടൊരുങ്ങി. ലോകസൃഷ്ടിയുടെ അഭിവൃദ്ധിക്കായിട്ട് പ്രജകളെ ജനിപ്പിക്കുന്നതിന് മതിയായ വീര്യസമൃദ്ധിയുള്ള മരീചിയാദി മഹർഷിമാരെ ബ്രഹ്മാവ് ആദ്യമേ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ സൃഷ്ടിക്കുന്നുമുണ്ട്. എങ്കിലും ആ സൃഷ്ടി ലോകാഭിവൃദ്ധിക്ക് മതിയായ വിധത്തിൽ അധികരിക്കുന്നില്ലെന്നറിഞ്ഞതുകൊണ്ട് വീണ്ടും ആലോചിച്ചു. ബ്രഹ്മാവിൻ്റെ ചിന്തയെ വിവരിക്കുന്നു. എപ്പോഴും പ്രജാഭിവൃദ്ധിക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ. എങ്കിലും എൻ്റെ സൃഷ്ടി അഭിവൃദ്ധിപ്പെടുന്നില്ല. അത്ഭുതം തന്നെ. ഇതിന് ദുരദൃഷ്ടം തന്നെ പ്രതിബന്ധമായിരിക്കുന്നത്. ഉചിതമായി പ്രവർത്തിക്കുന്ന ഭഗവാന്റെ പ്രസാദം എപ്പോൾ സിദ്ധിക്കും? തന്നിമിത്തം ഉദ്ദേശത്തെ വിഘ്നപ്പെടുത്തുന്ന ദുരദൃഷ്ടം എപ്പോൾ നശിക്കും? എപ്പോൾ പ്രയത്നം സഫലമാകും എന്നാലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ ബ്രഹ്മാവിൻ്റെ സ്വരൂപം രണ്ടു വിധമായി ഭവിച്ചു. ആ രണ്ട് രൂപവിഭാഗങ്ങളിൽ ഒന്ന് പുരുഷനും മറ്റേത് സ്ത്രീയുമായി ഭവിച്ചു. അതിൽ പുരുഷനാണ് സ്വയംഭുവ മനുവെന്ന് പ്രഖ്യാതനായ ചക്രവർത്തി. ബ്രഹ്മാവിൻ്റെ സ്വരൂപം തന്നെയാണ് മിഥുന രൂപത്തിൽ കാണപ്പെട്ടത്. എങ്കിലും ബ്രഹ്മരൂപം വേറെ ഉണ്ടെന്നു തന്നെ ധരിക്കണം. അതിൽ നിന്നുണ്ടായ സ്ത്രീ ശതരൂപ എന്ന സുപ്രസിദ്ധയായ മനുപത്നിയാകുന്നു. അവർ തമ്മിലുണ്ടായ സംയോഗരൂപമായ ധർമ്മത്താൽ പ്രജകൾ അഭിവൃദ്ധിയെ പ്രാപിച്ചു. സ്വയംഭുവൻ എന്ന് സുപ്രസിദ്ധനായ ആ മനു സ്വപത്നിയായ ശതരൂപയിൽ, ഹേ ഭരതകുലത്തിൽ ജനിച്ചവരിൽ വെച്ച് ഉത്കൃഷ്ടനായ വിതുര 5 സന്താനങ്ങളെ ജനിപ്പിച്ചു. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നുപേരായ 2 പുത്രന്മാരും ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നുപേരായ 3 കന്യകമാരുമാണ് ഉണ്ടായത്. ആകൂതിയെ ബ്രഹ്മപുത്രനായ രുചിക്കായിക്കൊണ്ടും ദേവഹൂതിയെ കർദമനായിക്കൊണ്ടും പ്രസൂതിയെ ദക്ഷനായിക്കൊണ്ടും നൽകി. അവരിൽ നിന്ന് ലോകം നിറയുവാൻ മതിയായ സന്താനങ്ങൾ ഉണ്ടായി. 12-ാമത്തെ അധ്യായം സമാപിച്ചു. 13-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.